അച്ഛനെ കൊന്നയാളെ 17 വർഷത്തിന് ശേഷം മകൻ വെട്ടിക്കൊന്നു. തമിഴ്നാട് ചെങ്കോട്ട പുളിയറയ്ക്ക് സമീപം കാലടി ചുടലമാട സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ സംഭവം നടന്നത്. തെക്കുമേട അങ്കൻകാലടി സ്വദേശി കാളിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ സർക്കാർ സ്കൂൾ അധ്യാപകൻ അരുൺകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മനോജ് അപ്പുക്കുട്ടൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. മനോജ്, ഈ 17 വർഷം അതിനുശേഷമാണ് മകൻ ഇങ്ങനെ അച്ഛനെ കൊന്നയാളെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം. ഈ പക ഇങ്ങനെ കനലായി കരുതി വെച്ചിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ തൊട്ടു മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മകളെ കൊന്ന ആളെ ജാമ്യത്തിലിറങ്ങിയപ്പോൾ കൊന്ന അച്ഛൻ്റെ വാർത്ത നമ്മൾ കേട്ടതാണ്. ഇവിടെ മകനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്ന് മാത്രം. എന്താണ് വിശദാംശങ്ങൾ? സിനിമാ കഥയെ വെല്ലുന്ന നിലയിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ചെങ്കോട്ടയ്ക്കടുത്ത് ചുടലമാട സ്വാമി ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത്. 17 വർഷത്തിന് മുമ്പ് അച്ഛനെ കൊന്ന ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരികെ ഇറങ്ങി വന്ന തെക്കുമേട അങ്കൻകാലടി സ്വദേശി കാളി എന്ന ആളെയാണ് മകനും സർക്കാർ സ്കൂൾ അധ്യാപകനുമായ അരുൺകുമാർ കഴിഞ്ഞ ദിവസം വെട്ടി കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം അരുൺകുമാർ ഒളിവിൽ പോവുകയായിരുന്നു. 2009 അരുൺകുമാറിന്റെ പിതാവായ മുരുകയ്യെ കാളി അരിവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ കാളിയെ പോലീസ് പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ശിക്ഷ കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് കാളി ജയിൽ മോചിതനായി എത്തിയത്. കഴിഞ്ഞ ദിവസം അങ്കൻകാലടി ചുടലസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കാളി എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ അരുൺകുമാർ അവിടെ എത്തുകയും 17 വർഷത്തിന് മുൻപുള്ള ആ ഒരു വൈരാഗ്യം അത് അവിടെ തീർക്കുകയുമായിരുന്നു. കഴുത്തിനാണ് വെട്ടി കൊലപ്പെടുത്തിയത്. നിരവധി ആൾക്കാർ കാണെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും അരുൺകുമാർ രക്ഷപ്പെടുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതശരീരം അവിടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഈ കൊലപാതകങ്ങൾക്ക് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പ്രതികാര നടപടി എന്ന നിലയിൽ നിരവധി സംഭവങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിന് ഏറ്റവും പുതിയതായി നടന്ന സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെങ്കോട്ടയ്ക്കടുത്തുള്ള ചുടലമാട സ്വാമി ക്ഷേത്രത്തിൽ നടന്നത്. ശരി, മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ചുടലമാട സ്വാമി ക്ഷേത്രത്തിൽ നടന്നത് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ്. 17 വർഷത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷമാണ് അച്ഛനെ കൊലപ്പെടുത്തിയ ആളെ വെട്ടിക്കൊന്നത്. തിക്കുമേട അങ്കൻകാലടി സ്വദേശി കാളി എന്നയാളാണ് കൊല്ലപ്പെടുന്നത്. പ്രതി സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്, അരുൺകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പോലീസ് ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. വൈരാഗ്യത്തിൻ്റെ ഫലത്തിനൊടുവിൽ, അതായത് ഏതാണ്ട് 17 വർഷത്തെ വൈരാഗ്യമാണ് അതിൻ്റെ പൂർത്തീകരണം എന്നോണമാണ് ആ കൊടും ക്രൂരത കൊലപാതകം അയാൾ നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.